പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി പ്രകാരം വായ്പയെടുത്ത് ജീവിത വിജയം കൈവരിച്ച ആറ്റിങ്ങൽ സ്വദേശി രാജേന്ദ്രൻ ഈ റിപ്പബ്ലിക് ദിനത്തിൽ പ്രധാനമന്ത്രിയെ കാണുവാൻ ഡൽഹിയിലെത്തും. വഴിയോര കച്ചവടക്കാരനായ രാജേന്ദ്രൻ ഇപ്പോൾ വിജയത്തിന്റെ പ്രതിപുരുഷൻ കൂടിയാണ്. സമ്മാനമില്ലാതെ ലോട്ടറി അടിച്ച ബമ്പർ സന്തോഷത്തിലാണ് രാജേന്ദ്രൻ. ആറ്റിങ്ങൽ ആലങ്കോട് ഇടയ്ക്കോട് കോളനിയിലെ KJ രാജേന്ദ്രൻ ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ കാണും. വഴിയോര കച്ചവടക്കാർക്കായുള്ള ദേശീയ നഗര ഉപജീവന മിഷൻ പ്രകാരം PM സ്വാനിധി വായ്പ 3 തവണ എടുക്കുകയും ജീവിതം കരുപിടിപ്പിക്കുകയും ചെയ്ത രാജേന്ദ്രനെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുവാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ക്ഷണിക്കുകയായിരുന്നു. അതാണ് തൻ്റെ ബമ്പറെന്ന് രാജേന്ദ്രൻ. ഈ ഒരു സന്ദർഭം കിട്ടിയത് സന്തോഷം തന്നെയാണ്. നമുക്ക് രണ്ടുപേർക്കും നമ്മൾ സന്തോഷമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡ്രസ്സുകളൊക്കെ പോകുന്ന ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ രീതിയിലേക്ക് അത്ര സന്തോഷത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണുന്നത് പറഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ നേരിട്ട് കാണുന്നത്. 36 വർഷമായി ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുകയാണ് രാജേന്ദ്രൻ. സ്വാനിധി പദ്ധതി പ്രകാരം 3 തവണ 10,000 രൂപ വീതം വായ്പ എടുക്കുകയും അത് തിരിച്ചെടുക്കുകയും ചെയ്തു. അത് ഓരോ തവണയും കൂടി വരികയും ചെയ്തു. 24 വെളുപ്പിന് രാജേന്ദ്രനും ഭാര്യയും ഡൽഹിയിലേക്ക് പറക്കും. ആദ്യ ദീർഘദൂര യാത്രയാണിത്. അതുകൊണ്ട് തന്നെ ചെറിയ കൗതുകവും ആശങ്കയുമുണ്ട്. തിങ്കളാഴ്ച കാലത്ത് നഗരസഭയിൽ വരണം, ചെയർപേഴ്സൺ ഒന്ന് കാണണം, അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് വാങ്ങിച്ചെന്ന് പോകണം എന്ന് പറഞ്ഞു. അപ്പം ഞാനും എൻ്റെ ഭാര്യയാണ് പോകുന്നത്. 2 മക്കളാണ് രാജേന്ദ്രന്, താര, ബീര. കൊച്ചുമക്കളുമുണ്ട്. ഡൽഹി കണ്ടുകഴിഞ്ഞാൽ തൻ്റെ ലോട്ടറി കച്ചവടം ഒന്നുകൂടി പുഷ്ടിപ്പെടുമെന്ന് രാജേന്ദ്രൻ വിശ്വസിക്കുന്നു. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നിന്നും ക്യാമറമാൻ ധനേഷിനൊപ്പം ചന്തു S. നായർ, ദൂരദർശൻ ന്യൂസ്.